രാജീവേട്ടന്റെ കാർ അപകടത്തെക്കുറിച്ച് എനിക്കിപ്പോഴും ചില സംശയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്ന എന്റെ തീരുമാനം. ആ അപകടത്തിൽ എനിക്കെന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മയും രാജീവേട്ടനും ഇല്ലാതായി. അതിന്റെ ശൂന്യത എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. അമ്മ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം എനിക്ക് ഉണ്ടാകണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചിരുന്നു. എന്നെക്കുറിച്ചും എന്റെ ഭാവിയെക്കുറിച്ചും അമ്മയ്ക്കും രാജീവേട്ടനും ചില സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരെ അനുസരിച്ചിരുന്നില്ല. എപ്പോഴും കാശിനു വേണ്ടി ഞാൻ അവരെ വല്ലാതെ അലട്ടിയിരുന്നു. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. എന്റെ അവസ്ഥ അതിൽ നിന്ന് വ്യത്യസ്തമല്ലല്ലോ രാഗി. അതുപോലെ സ്നേഹമുള്ളൊരു അമ്മയെ അളിയനെ നഷ്ടപ്പെട്ടപ്പോ ഞാനും തകർന്നു പോയില്ലേ. അവരില്ലല്ലോ എന്ന നഷ്ടബോധം എന്നെയും വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകണ്ടേ സാഗർ? രാജീവേട്ടനെ കരുതിക്കുട്ടി ആരോ കൊല്ലിച്ചതാ. ആ അപകടത്തിൽ അമ്മയും ബലിയാടായി എന്നുള്ളതാ സത്യം. കൊല്ലിച്ച കുറ്റവാളികളെ കണ്ടെത്തണം. നിയമത്തിന് മുന്നിലെത്തിച്ച് അവരർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. രാജീവേട്ടന്റെ ആത്മാവിനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനമാണിത്. അത് ചെയ്തിട്ട് വേണം എനിക്ക് എന്റെ അമ്മയ്ക്കും ഏട്ടനും മനസ്സർപ്പിച്ച് ബലിയിടാൻ. അത് രാഗിയുടെ വിശ്വാസം. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് സ്വാഭാവികമായ റോഡ് ആക്സിഡന്റ് എന്ന റിപ്പോർട്ടിനെ തുടർന്ന് ആ ഫയൽ മടക്കിയതല്ലേ. ഇനി അതിന്റെ അവശിഷ്ടം പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ പാഴ്വേലിക്ക് ഇറങ്ങരുത് രാഗി. മാത്രമല്ല, കേസ് പുനരന്വേഷിക്കണമെന്ന ആവശ്യവുമായി വന്ദന രംഗത്തിറങ്ങിയിരിക്കല്ലേ. അതിനെന്താ? കേസന്വേഷണത്തിന് ഞാനും കൂടി വന്ദനയോട് സഹകരിച്ചാ പോരെ? കേസന്വേഷണത്തിന് ചിലവാകുന്നതിന്റെ പകുതി പണം ഞാനും കൂടി ചിലവാക്കിയാ പോരെ? രാഗി എന്ത് ഭ്രാന്തായി പറയുന്നേ? നമ്മുടെ ശത്രുവായ വന്ദനയ്ക്കൊപ്പം ചേർന്ന് കേസ് നടത്തണമെന്നോ?